ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ ഹെൽത്തി ദോശേൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കി തരുന്ന മെത്തേഡ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുമാണ്, എന്നാൽ ഹെൽത്തിയുമാണ് കേട്ടോ. പിന്നെ രാജാസ് കുക്കിംഗ് നിങ്ങളിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഗീ റോസ്റ്റ്, സാധാ ദോശയും ചട്ടിനിയൊക്കെ തിന്ന് മടുത്തുന്നുണ്ടെങ്കിൽ അവർക്കും തന്നെ നന്നായി വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റവുമാണ് കേട്ടോ. അപ്പോൾ ഇത് ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരട്ടിട്ട് അതിലേക്ക് ഞാൻ അരച്ച് വെച്ച ദോശമാവ് ഉണ്ടായിരുന്നിട്ട്, ദോശമാവ് അരക്കലൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അതേമാതിരി തന്നെ അരക്കൽ. അങ്ങനെ അരച്ചെടുത്ത മാവ് ഞാനിത് നമ്മുടെ പാനിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ച് കറക്കിയെടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് തൂവി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഉണ്ടാക്കുന്ന മെത്തേഡിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നിങ്ങോട്ട് കുക്കായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക. നെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ആയെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ നെയ്യാണ് ഇതിൽ ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കുന്നത് കേട്ടോ. ഈ നെയ്യ് തൂവി കൊടുത്ത് നെയ്യൊന്ന് നന്നായി മെൽറ്റായതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ട നിങ്ങൾക്ക് ബീറ്റ് ചെയ്തുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് മുട്ട ഡയറക്റ്റ് തന്നെ പൊട്ടിച്ച് ഒഴിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ്. കാണുന്നില്ല, ഈ മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇട്ടും കൊണ്ട് ഞാൻ ഈ സ്പാച്ചിമേ ഒരു നുള്ളു ഉപ്പാക്കി കൊടുത്തിരുന്നു. ഇത് നന്നായി പരത്തി കൊടുക്കുക. ഈ മുട്ട നന്നായി പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഫില്ലിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് സവാള ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മുകളിലായിട്ട് മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിച്ചപ്പ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ചെറുതായി ചോപ്പ് ചെയ്ത മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിന് മുകളിൽ വേണമെങ്കിൽ പെപ്പർ പൗഡർ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലി ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറുതായി പച്ചമുളക് ചെറുതായി കുനുകുന അരിഞ്ഞ് പച്ചമുളക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതിങ്ങനെ നന്നായി സ്പാച്ചായിട്ട് ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കട്ടോ. അത് ഒക്കെ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി കുക്കാവും. ഇതിൻ്റെ നമ്മളിട്ട് കൊടുത്ത വെജിറ്റബിളൊക്കെ ഒന്ന് കുക്കായി കിട്ടും. ചെറുതായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ആകുമ്പോഴത്തേന് അവിടെ ആ മുട്ടയും വെജിറ്റബിളൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടും കേട്ടോ. എന്നിട്ട് വീണ്ടും മറിച്ചിടുക. അപ്പോൾ നമ്മുടെ മുട്ടദോശ ഇവിടെ റെഡിയായപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്തൊരു വെറൈറ്റി ടേസ്റ്റി ഡിഷ് മാറ്റാം. അതുവരെയൊക്കെ ടാറ്റാ.